നമ്മളൊക്കെ സക്സസ് ആയിക്കഴിഞ്ഞ് നമ്മളിലേക്ക് വരുന്ന ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് നമുക്ക് സെലക്റ്റബിൾ ആയിട്ട് ഒരുപാട് സൈഡിൽ നിന്നും അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾക്ക് നമുക്ക് നമ്മളെ പ്രയോറിറ്റി ആയിട്ട് കാണുന്ന ഒരുപാട് പേര് കാണും. വലിയ നമുക്ക് പ്രയോറിറ്റീസ് തരുന്ന ഒരുപാട് പേര് തന്നെ കാണും നമ്മൾ സക്സസ് ആവുന്ന സമയത്ത്. പക്ഷേ ആ പ്രണയം നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്ത് അത് കറക്റ്റ് ആകത്തില്ല. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മൾ അപ്പ് ആൻഡ് ഡൗണിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴാണോ ഒരു സ്റ്റേബിൾ അല്ലാതെ നിൽക്കുന്ന സമയത്ത് അപ്പം നമ്മളെ സെലക്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരും ആവാം. അപ്പോൾ അങ്ങനെയുള്ള അനുഭവമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം നിങ്ങളെ സ്നേഹിക്കുന്ന ആരാണോ, ഇപ്പോൾ നിങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ലെവലിൽ നിൽക്കുന്ന ഒരാളാണ്, നിങ്ങളെ ഇട്ടിട്ട് പോകാൻ അയാൾക്ക് വയ്യാന്ന് തോന്നുന്ന ഒരു സമയമാണ്, അത് സന്ദർഭം അവർക്കുണ്ടെന്നുണ്ടെങ്കിൽ അവരായിരുന്നു നിങ്ങളുടെ ഏറ്റവും ബെറ്റർ ഹാഫ്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം. അല്ല, നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് നിങ്ങളെ തേടി വരുന്ന ഒരാൾ, അതായത് നിങ്ങൾ കോടി ആൾക്കാരെ നിങ്ങൾക്ക് അതിനകത്ത് ഒരാളെ കിട്ടും, അതിനെക്കാട്ടി ബെറ്റർ. പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യാൻ വലിയ പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയം, എപ്പോഴും നിങ്ങൾ സ്റ്റേബിൾ അല്ല, പക്ഷേ നിങ്ങളെ അവർക്ക് പ്രിയപ്പെട്ടതാണ്, അത്രയും പ്രിയപ്പെട്ടതാണ്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർക്ക് തരണം ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മൊത്തം ഹാപ്പി ആയിരിക്കും. നിങ്ങളൊന്നും ഇല്ലാതായി കഴിഞ്ഞാൽ നിങ്ങൾ അവർ സ്റ്റേബിൾ ആയിട്ട് നിങ്ങളെടുത്ത് നിൽക്കും. ഇല്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ ഏറ്റവും ഹൈറ്റ് ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്കൊരു മാറ്റം കാണുന്നില്ല, അവർ അതേ രീതി തന്നെ നിൽക്കും.